ഭൂകമ്പത്തെ തുടർന്ന് ദുരന്തഭൂമിയായി മ്യാൻമാർ മാറി. വീണ്ടും ഭീതിയിലാഴ്ത്തി തുടർചലനങ്ങൾ അനുഭവപ്പെട്ടു. ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മണ്ഡലേ നഗരത്തിനു സമീപം വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രതയിലായിരുന്നു ഭൂചലനം. ശനിയാഴ്ച അർദ്ധരാത്രിയിലും ഭൂചലനം ഉണ്ടായി. വെള്ളിയാഴ്ചയാണ് മ്യാൻമാറിനെ നടുക്കി 7.7 തീവ്രതയിലെ ഭൂകമ്പമുണ്ടായത്. പ്രഭവ കേന്ദ്രവും മണ്ഡലേക്ക് സമീപമായിരുന്നു. 3400-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. 300-ലേറെ പേരെ കാണാതായിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ തുടരുന്നു. ഭൂകമ്പം അതീവ അടിയന്തരാവസ്ഥയെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 30 ദിവസത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കാനും പകർച്ചവ്യാധികൾ തടയാനും $8 മില്യൺ അടിയന്തരമായി ആവശ്യപ്പെട്ടു. മ്യാൻമാറിൽ ഇതുവരെ 1700 മരണമാണ് സ്ഥിരീകരിച്ചത്. ആശയവിനിമയ സംവിധാനങ്ങൾ നിലച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലടക്കം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും ചൈനയുടെ കിഴക്കൻ ഭാഗത്തും കംബോഡിയ, ലാവോസ് എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. അയൽ രാജ്യമായ തായ്ലൻഡിൽ ഭൂകമ്പത്തിൽ 10 പേരാണ് മരിച്ചത്. ബാങ്കോക്കിലെ ചാറ്റുചക് മാർക്കറ്റിന് സമീപം നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണു. 100-ലേറെ തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. ഇന്ത്യയും അമേരിക്കയും അടക്കം നിരവധി രാജ്യങ്ങൾ മ്യാൻമാറിന് സഹായങ്ങൾ നൽകുന്നുണ്ട്. മ്യാൻമാറിന് സഹായവുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ തുടരുന്നു. 2 C-70 വിമാനങ്ങളടക്കം 5 മിലിറ്ററി വിമാനങ്ങൾ സഹായമായി എത്തുന്നുണ്ട്. ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റിന്റെ 118-അംഗ സംഘവും സഹായത്തിനുണ്ട്. NDRFന്റെ 80-അംഗ തിരച്ചിൽ സംഘം, കരസേനയുടെ പാരാ ബ്രിഗേഡ് എന്നിവയും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. 40 ടൺ സാമഗ്രികളുമായി INS സത്പുര, INS സാവിത്ര യുദ്ധക്കപ്പലുകളും പുറപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.